ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ആവേ മാരിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മണ്ണാർക്കാട് പള്ളിയിൽ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അസാധാരണമായ അനുഭവത്തെ പറ്റിയാണ്. മാതാവിൻ്റെ സാന്നിധ്യം മണ്ണാർക്കാട് പള്ളിയിലുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു അനുഭവമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മണ്ണാർക്കാട് പള്ളി എല്ലാവർക്കും പരിചയമുള്ള ഒരു പള്ളിയാണ്. കോട്ടയത്ത് വളരെ പ്രശസ്തമായ മാതാവിൻ്റെ നാമത്തിലുള്ള ഒരു പുരാതനമായ ദേവാലയമാണ് മണ്ണാർക്കാട് പള്ളി. അത് യാക്കോബ സഭയുടെ കീഴിലാണ്. എല്ലാവർക്കും വളരെ വിശ്വാസമുള്ള, വളരെ ശക്തിയുള്ള ഒരു പള്ളിയാണ് മണ്ണാർക്കാട് പള്ളി. ധാരാളം തീർത്ഥാടകർ അവിടെ എത്താറുണ്ട്. ഒരിക്കൽ കൊറോണയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മയും അനിയനും ഒക്കെ ആയിട്ട് മണ്ണാർക്കാട് പള്ളിയിൽ പോയി. ഞാൻ വളരെ കൊച്ചിലെയാണ് അതിനു മുമ്പ് മണ്ണാർക്കാട് പള്ളിയിൽ പോയിട്ടുള്ളത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് മണ്ണാർക്കാട് പള്ളിയിലേക്ക് പോകുന്നത്. എൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തടസ്സങ്ങളുണ്ടായപ്പോൾ എൻ്റെ അമ്മയാണ് മണ്ണാർക്കാട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം എന്നുള്ള താല്പര്യം എടുത്തത്. അങ്ങനെ ഞങ്ങൾ രാവിലെ പള്ളിയിലെത്തി. കുറേ നേരം അന്ന് പോയപ്പം ഒരുപാട് നേരം പള്ളിയിൽ ചിലവഴിച്ചു. അവിടെ തിരി കത്തിച്ചു, എണ്ണ ഒഴിച്ചു. അവിടെ ഇരുന്ന് അമ്മയും ഞങ്ങളും ഒക്കെ പള്ളിയിലിരുന്ന് ഒരുപാട് സമയം അവിടെ ഇരുന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ മറ്റു കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിനുശേഷം പള്ളിയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള സമയമായി. മണ്ണാർക്കാട് പള്ളിയിൽ പോയിട്ടുള്ളവർക്കറിയാം, മണ്ണാർക്കാട് പള്ളിയുടെ കയറി വരുന്ന ഒരു ഭാഗത്ത് ഒരു വലിയൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ആ ഭാഗത്തായിട്ട് ചെറിയൊരു ഗേറ്റും മതിലും ഒക്കെ ഉണ്ട്. അതിന് ശേഷമാണ് മെയിൻ ഗേറ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പോരാൻ സമയത്ത് ആ വൃക്ഷത്തിൻ്റെ ആ ഭാഗത്ത് ആ ഒരു ചെറിയ ഗേറ്റും ആ മതിലും ഒക്കെയുള്ള ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി മെയിൻ ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് നടക്കുമ്പം എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. എന്നെ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ പേരാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയനും അമ്മയൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണ്, ആരാണ് എന്നെ വിളിക്കുന്നത്? പള്ളി കോമ്പൗണ്ടിനകത്ത് നിന്നാണ് എൻ്റെ പേര് വിളിച്ച് എന്നെ തിരിച്ച് വിളിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, ആരോ എന്നെ പുറകിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, ആരാ എന്നെ ഈ പുറകിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നത്? അതിനുശേഷം പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് മെയിൻ ഗേറ്റ് വഴി വീട്ടിലേക്ക് പോയി. ആ സംഭവം എനിക്ക് ഒരു അസാധാരണമായ എനിക്കുണ്ടായ ഒരനുഭവമാണ്. കാരണം പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മണ്ണാർക്കാട് പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് നിന്ന് ആരെങ്കിലും തിരിച്ചു വിളിക്കണമെങ്കിൽ, എന്തെങ്കിലും അദൃശ്യമായ ശക്തി തിരിച്ചു വിളിക്കണമെങ്കിൽ അത് അവിടുത്തെ മാതാവ് തന്നെയായിരിക്കും. അത് എനിക്ക് വളരെ എന്നെ സന്തോഷിപ്പിച്ച, എനിക്ക് മണ്ണാർക്കാട് പള്ളിയിലുള്ള വിശ്വാസം എനിക്ക് ആഴത്തിൽ ഉറപ്പിച്ച ഒരു സംഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമായിരുന്നു അത്. എൻ്റെ പേര് ചൊല്ലി മാതാവ് എന്നെ തിരിച്ചു വിളിച്ചു. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം മണ്ണാർക്കാട് പള്ളിയുമായിട്ടുള്ള എൻ്റെ ഭക്തിയും വിശ്വാസവും വളരെയധികം കൂടി. എനിക്ക് മനസ്സിലായി അവിടെ മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്, മാതാവ് അവിടെ ഉണ്ട്. അത്രയും നേരം പള്ളിക്കകത്തിരുന്നിട്ടും ഉണ്ടാകാത്തൊരു ഫീലിങ് ആ വൃക്ഷത്തിൻ്റെ ആ ഭാഗത്തുള്ള ആ ഗേറ്റും ആ മതിലും കടന്ന് തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് മണ്ണാർക്കാട് പള്ളിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഉണ്ടായ, മാതാവ് എനിക്ക് പേഴ്സണലി തന്ന ഒരു അനുഗ്രഹമാണിത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുശേഷം മണ്ണാർക്കാട് പള്ളിയിൽ ഉള്ള എൻ്റെ വിശ്വാസം കൂടി, അവിടുത്തെ അമ്മയോടുള്ള എൻ്റെ ഭക്തി കൂടി അതിൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും സംരക്ഷണവും ഒക്കെ കൊണ്ടു തന്നു. ഞാൻ മണ്ണാർക്കാട് പള്ളിയിലെ മാതാവിൻ്റെ ഒരു ഭക്തിയായി തീർന്നു. ഇത് ഞാൻ പറയുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ തടസ്സങ്ങളോ എന്തെങ്കിലും പരാജയങ്ങളോ വിഷമങ്ങളോ ഒക്കെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭയം പ്രാപിക്കാനുള്ള ഒരു സങ്കേതമാണ് പരിശുദ്ധ ദൈവമാതാവ്. മണ്ണാർക്കാട് പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവ് വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ്. അവിടുത്തെ 8 നോമ്പ്
വളരെ പ്രശസ്തമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ആവശ്യങ്ങളോ വിഷമങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൽ അഭയം പ്രാപിക്കണം. 8 നോമ്പ് നോക്കണം. മണ്ണാർക്കാട് പള്ളിയിൽ ചെല്ലണം. അവിടുത്തെ നട തുറക്കലൊക്കെ വളരെ പ്രശസ്തമായ ഒന്നാണ്. 8 നോമ്പ് നോറ്റ് മാതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ നേർച്ചകളും കാഴ്ചകളുമായിട്ട് ചെന്ന് മാതാവിനെ ബഹുമാനിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. മണ്ണാർക്കാട് പള്ളിയിൽ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ട്. അതെനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അത് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അമ്മയോടടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെയും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാതാവിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന ഒരു പള്ളിയാണ് മണ്ണാർക്കാട് പള്ളി. അവിടെ എത്തി അഭയം പ്രാപിച്ച് അവിടെ നിന്ന് നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയം നൊന്ത് അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മാതാവ് ഏറ്റെടുക്കും എന്നതിൽ സംശയമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ദുരിതങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിങ്ങൾ മനുഷ്യരെ ആശ്രയിക്കാതെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അഭയം തേടണം. അമ്മയുടെ സന്നിധിയിൽ ചെല്ലണം. അമ്മയോട് സങ്കടങ്ങൾ പറയണം. നിങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിനുള്ള ഏറ്റവും നല്ല ഒരു സങ്കേതമാണ് മണ്ണാർക്കാട് പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവ്. എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മയെ സമീപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും നന്മകളും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് നേടിത്തരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.